ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും എമ്മാനുവൽ മിഷൻ ടിവിയുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും ചിന്തകനുമായ ഷിജു ആൻ്റണി അടിമാലി നമ്മോടൊപ്പമായിരിക്കുന്നു. ദേവദാസനെ എമ്മാനുവൽ മിഷൻ ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, നമസ്കാരം. നമസ്കാരം. പാസ്റ്ററെ, വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജാമ്യം ലഭിച്ച് ആശ്വാസം അല്പം ലഭിച്ച അവസ്ഥകൾ, ഇതൊക്കെ പല വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നു. ദേവദാസന്റെ ഒരു വിചിന്തനത്തിൽ എന്താണ് വടക്കേന്ത്യയിലെ സ്ഥിതിവിശേഷം? ഇത് ഇത്ര മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ളൊരു കാരണം കത്തോലിക്ക സഭയുടെ ആഗോള വ്യാപകമായ ഒരു സ്വാധീനം, വേൾഡ് വൈബായ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് അവരൊരു സാമൂഹിക ശക്തിയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ആനുകൂല്യം കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കത്തോലിക്ക മിഷണറിമാരും ധാരാളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കന്യാസ്ത്രീകൾ അപമാനിക്കപ്പെട്ട ചരിത്രം മുമ്പുണ്ടായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രതികരണവും അതിനെ തുടർന്നുണ്ടായ ഒരു സാമൂഹിക പ്രശ്നമായിട്ട്, സോഷ്യൽ ഇഷ്യൂ ആയിട്ട് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. ഇതിനു മുമ്പും കാണ്ടമാലിൽ, ഒറീസയിൽ ഇങ്ങനെയെല്ലാം ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം വ്യക്തമായ ഒരു ഹിഡൻ അജണ്ടയോടുകൂടെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ അവരെ മനുഷ്യക്കടത്തുകാരാണെന്നും മതം മാറ്റുന്നവരാണെന്നും ഉള്ള ഒരു ആക്ഷേപമാണ്. ആ മതം മാറ്റുന്നതിനുള്ള വിശദീകരണം നിർബന്ധിച്ച് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം മതപരിവർത്തന നിരോധന നിയമമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കേസെടുത്ത് ജയിലിൽ പോകേണ്ടി വരും. ഇപ്പം ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ നിയമ പാലകരെ വിളിക്കുന്നതിനേക്കാൾ ബജറംഗ് ദൾ പ്രവർത്തകരാണ് വന്നത്. അപ്പോൾ ഒരു ആൾക്കൂട്ട വിചാരണ എന്ന് പറഞ്ഞേക്കാൾ ആൾക്കൂട്ട ആക്രമണം അത് നടത്തുകയും അവരെ ജാമ്യമില്ലാതെ ജയിലിലിടുകയും ഒടുവിൽ സാമൂഹിക ഇടപെടലോ രാഷ്ട്രീയ ഇടപെടലോ കൊണ്ടും അത് അവർക്ക് ജാമ്യം കൊടുത്തു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു കേസുമില്ല. വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങളിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ ലോകം മൊത്തം കണ്ട ഈ കാര്യത്തിൽ ഒരു നടപടിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തൽക്കാലത്തേക്ക് നിവൃത്തികേട് കൊണ്ട് വിട്ടു എന്നതല്ലാതെ ഈ കാര്യത്തിൽ അധികാര വൃന്ദങ്ങൾക്ക് ഈ ഇരകളെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൽ പീഡ അനുഭവിച്ച കന്യാസ്ത്രീകളുടെ ഒപ്പം അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ദേവാസൻ പറഞ്ഞപ്പം ജ്യോതിഷ് ശർമ്മയെ കുറിച്ച് പ്രതിപാദിച്ചല്ലോ. അപ്പൊ അവര് ആ റെയിൽവേ സ്റ്റേഷനിലെ TTR വിളിച്ചിട്ടാണ് വന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു TTR അവിടെ ഒരു വിഷയം ഉണ്ടായാൽ, നിയമപരമായൊരു വിഷയം ഉണ്ടായാൽ, യഥാർത്ഥത്തില് ഈ ജ്യോതിഷ് ശർമ്മയാണോ വിളിക്കേണ്ടത്? ദൈവാസം അതേക്കുറിച്ച് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും പോലീസിനെയാണ് വിളിക്കേണ്ടത്. റെയിൽവേ തന്നെ പോലീസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോ ഇത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് വ്യക്തിഗതമായ അഭിപ്രായം പറയുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും ഇത് നിയമം ഹൈജാക്ക് ചെയ്യപ്പെട്ടോടെ സർക്കാർ, കോടതിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് ഇന്നുവരെ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിനായിരുന്നു വിളിക്കേണ്ടത്. അപ്പോൾ ഇത് ഗൂഢമായ ഒരു പദ്ധതിയോടുകൂടെയുള്ള ആക്രമണമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ മിഷണറി പ്രവർത്തകർ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളൊക്കെ, അവർ വളരെയധികം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ
ആ പെൺകുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങളെ നിർബന്ധിച്ച് മാറ്റിയിട്ടില്ല, പിന്നെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴി എഴുതി മേടിച്ചത്. അതിനും കേസില്ല. അവരാക്രമിക്കപ്പെടുമോ എന്ന് ഭയമുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങൾക്കൊന്നും കേസില്ലാതാനും തെളിവില്ലാത്ത കാര്യത്തിന് അവരെ കേസെടുത്തു. ആ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർ വിമുക്തരായിട്ടുമില്ല. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം ഇവിടെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്, ഒറ്റവാക്കി പറഞ്ഞാൽ. അതാണ് എനിക്ക് ഈ കാര്യത്തിലുള്ള പ്രാഥമികമായ അഭിപ്രായം. ദേവാസം പറഞ്ഞപ്പോഴേ ഇങ്ങനെ പറഞ്ഞല്ലോ, ആ കന്യാസ്ത്രീകൾ അവിടെ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി അവരെ സഹായിക്കാനൊക്കെ പോയതാണെന്ന്. ഞാൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ഈ പാവപ്പെട്ട ഈ കുടുംബാംഗങ്ങളൊക്കെ, ഈ സഹോദരിമാരുടെ 3 പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളൊക്കെ വനത്തിലൊക്കെ, എന്തെങ്കിലും വനത്തിന്റെ സൈഡിലൊക്കെയോ താമസിക്കുന്ന വളരെ ആദിവാസികളായ മനുഷ്യരാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മിഷണറിമാരോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ പോയി അവർക്ക് സേവനം ചെയ്യേണ്ടതും കാരുണ്യപ്രവൃത്തി ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലവിടെ ഉണ്ടോ? എന്താണ് അവിടുത്തെ ആ മനുഷ്യരുടെ ഒരു സാഹചര്യം? നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ ഉണ്ണാനുള്ളവരും ഉടുക്കാനുള്ളവരും സുഖമായിട്ടിരിക്കുന്നവരും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്? ദേവാസന ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. കേരളത്തില് ദാരിദ്ര്യം ഉണ്ടെങ്കിലും അത്ര അതിഭീകരമായ ദാരിദ്ര്യമില്ല. ഇനി അഥവാ ദാരിദ്ര്യം ഉണ്ടെങ്കിലും ആ ദാരിദ്ര്യത്തിന്റെ അവശതകളെ കാണാതെ ജീവിക്കാനുള്ള ഒരു സംസ്കാരം കേരള സമൂഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, അവിടെയെല്ലാം മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെ താമസിക്കുന്ന വീടുകളുണ്ട്. അതുപോലെ ഒരു വലിയ ഫാമിലി, കൂട്ടുകുടുംബത്തിന്, കേരളത്തിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയുള്ള തറവാടുകൾക്കെല്ലാം വലിയ മുറികളും സൗകര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു മുറിയിലും ഒരു വീട്ടിലും ഒക്കെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന കുടുംബസ്ഥര് പോലും, അവരുടെ എങ്ങനെ സ്വകാര്യ ജീവിതം പോലും എങ്ങനെയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇവരെ കന്യാസ്ത്രീകൾ മതം മാറ്റി എന്നാണ് പറയുന്നത്. ഈ മതം മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ നിർബന്ധിത മതം മാറ്റം, അത് വഞ്ചനയിൽ കൂടെയോ നിർബന്ധത്തിൽ കൂടെയോ ഉള്ള മതം മാറ്റം മാത്രമാണ് ഇന്ത്യയുടെ ഭരണഘടന കുറ്റമായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് വേണം. അപ്പൊ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ ചൂഷണം ചെയ്യാൻ ഇവിടെ ദാരിദ്ര്യം ഉണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കണം. ഇതിപ്പോ ആ പശ്ചാത്തലം വിട്ട് കേരളത്തിലേക്ക് വന്നാല് പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് മതം മാറ്റി എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ പറയുന്നത് അവരുടെ വിവേകശൂന്യതയാണ്. കാരണം അതൊരു ബൂമറാങ്ങാണ്. കാരണം പശുവിനെ വളർത്തിയാൽ അതിനെ കറക്കാം, പാല് കുടിക്കാൻ പോലും പറ്റാത്ത ജനങ്ങളുള്ള നാട്ടില് അന്ന് മിഷണറിമാർ പാൽപ്പൊടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവമാണ്. അതങ്ങനെ ആണെങ്കിൽ പോലും അപ്പോൾ പറയുന്നത് ഇവിടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഞങ്ങളത് മാറ്റാനൊന്നും ചെയ്തിട്ടില്ല, വേറെ ആരും മാറ്റുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് ഈ പറയുന്നത്. ആ പ്രയോഗം നല്ലൊരു പ്രയോഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊന്നും ചെയ്യല, വേറെ ആരും ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ. വേറൊരു കാര്യം, ഈ വടക്കേന്ത്യയില് ഒത്തിരി മിഷണറിമാര് പ്രവർത്തിക്കുന്നുണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. അവിടുത്തെ സാഹചര്യം അങ്ങനെയാണെന്ന് ദേവാസന ഇപ്പൊ സൂചിപ്പിച്ചു. സത്യത്തില് മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറ്റകരമായിരിക്കുന്നത് ഏതാണ്? നിർബന്ധിത മതപരിവർത്തനം എന്നാണോ, അല്ലെങ്കിൽ മതപരിവർത്തനം തന്നെ കുറ്റകരമാണോ? എന്താണ് ശരിക്കും ഇന്ത്യയിൽ നിയമപരമായിട്ട് കുറ്റകരമായിരിക്കുന്നത്? അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വെച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ആ മതം പ്രാക്ടീസ് ചെയ്യാൻ, ആ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 26 അനുസരിച്ച് മതസ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അതിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിനും ഉള്ള അനുവാദം ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. 1976 ഒരു
ഒരു കേസിനോടനുബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഉണ്ടായത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിർബന്ധിത മതപരിവർത്തനം കുറ്റകരമാണ്. കുറ്റകരം എന്ന് പറയുമ്പോൾ അത് പ്രലോഭനത്തിലൂടെയും വഞ്ചനയിലൂടെയും ആകരുത്. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ മതപരിവർത്തനം ഈ രാജ്യത്ത് ഒരിക്കലും കുറ്റകരമല്ല. മാറാവുന്ന ഒന്നായതുകൊണ്ടല്ലേ മാറ്റാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് അപ്പനെ മാറ്റാൻ പിതാവിനെ മാറ്റാൻ പറ്റില്ല, മാതാവിനെ മാറ്റാൻ പറ്റില്ല. അതുപോലെ മാറ്റമില്ലാത്ത ഒന്നല്ല ഒരു മതവും. ക്രിസ്തുമതം ഉൾപ്പെടെ ഒരു മതവും മാറ്റാൻ പറ്റാത്ത ഒന്നല്ല. അപ്പം മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാറ്റുന്നത്. ഇനി നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ്. ഇനി അങ്ങനെ അല്ലാതെയും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും ഇച്ഛാശക്തിയെയും മറ്റൊരാൾ നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിർബന്ധിച്ച ഒരാളെ മതം മാറ്റുന്നത് പോലെ തന്നെ കുറ്റമാണ് യാതൊരു കാരണവശാലും ഒരാൾ ജനിച്ച മതത്തിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് പറയുന്നതും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തിൻ്റെയും മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് മാറേണ്ടവർക്ക് മാറാം, അത് തടയാൻ പാടില്ല, നിർബന്ധിച്ച് മാറ്റാനും പാടില്ല. അതാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നതേ. ഇന്ത്യയിലെ ഇന്ത്യൻ മതം വ്യവസ്ഥയെക്കുറിച്ച് എത്ര ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പഠിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജൈനമതവും ബുദ്ധമതവുമായിരുന്നു ഇന്ത്യയിലെ പ്രബല മതങ്ങൾ എന്നാണ്. അത് നമ്മൾ ചരിത്രം തന്നെ ചില ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഈ ജൈനമതവും ബുദ്ധമതവും ഒക്കെ വിട്ടിട്ട് ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് തന്നെ സൂചിപ്പിക്കുന്നത് ശരിക്കും മതം മാറ്റം ഇന്ത്യയിൽ പണ്ടേ നടന്നുകൊണ്ടിരുന്നതാണെന്നല്ലേ? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഇന്ത്യയിൽ മതം മാറ്റം നടന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇന്ത്യയുടെ സംസ്കാരം സിന്ധു നദിയുടെ സംസ്കാരമാണ്. അതൊരു ദ്രവീഡിയൻ കൾച്ചറാണ്. അപ്പൊ ദ്രവീഡിയന്മാരുടേതല്ല വേദങ്ങളും ഇതിഹാസങ്ങളും ഒന്നും. അത് പിന്നീട് വന്ന ആര്യന്മാര് കൊണ്ടുവന്നാണ്. അപ്പൊ അത് രണ്ട് സങ്കലനം ചെയ്തു, അല്ലെങ്കിൽ അധിനിവേശം ചെയ്തു. രണ്ടായാലും മതം മാറിയിട്ടുണ്ട്. അതുപോലെ ബുദ്ധമതം ഇങ്ങനെ തിരോഭവിച്ചതിന്റെ കാരണം ബുദ്ധമതത്തിന്റെ CK കരീമിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ബുദ്ധമതത്തെ പുറത്തുനിന്ന് ആക്രമിച്ചല്ല ഹിന്ദുമതം കീഴ്പ്പെടുത്തിയത്, അതിന്റെ ഉള്ളിൽ കയറിയാണെന്നാണ്. അപ്പൊ ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ വിശ്വാസത്തെ കയറി ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ ബുദ്ധമതം ഇവിടെ ക്ഷയിച്ചു പോയതിന്റെ കാരണം ഹിന്ദു മതത്തിന്റെ ഇതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു ഏറ്റവും വലിയ വക്താവാണ് ശങ്കരാചാര്യർ, കാലടി ശങ്കരൻ. അദ്ദേഹം മണ്ഡന മിശ്രൻ എന്ന ബുദ്ധ ഭിക്ഷുവിനോട് സംവാദം നടത്തി മണ്ഡന മിശ്രനെ പരാജയപ്പെടുത്തി ശിഷ്യനാക്കി. അതും മതപരിവർത്തനമല്ലേ? ഇനി ഈ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രദീപം പാമ്പിരിക്കുന്നതാണോ NK ജോസാണോ എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ വായിച്ചതാണ്. പക്ഷെ കണ്ടന്റ് കാമ്പുള്ളതാണ്. ഈ കേരളത്തിലെ അവശജന വിഭാഗങ്ങൾ, ദളിതർ, അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ചൂണ്ടയിട്ട് പിടിച്ചപ്പോൾ അവർ പോലും അറിയാതെ വല വീശി പിടിച്ച് ഹിന്ദുമതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റാണ്. അപ്പോൾ ഈ പഞ്ചമരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, കാരണം വർണ്ണബാഹ്യരായ ആരും ധർമ്മശാസ്ത്രം അനുസരിച്ച് ഹിന്ദുക്കളല്ല. അപ്പോൾ വർണ്ണത്തിന് പുറത്തുള്ള പഞ്ചമര്, ചാതുർവർണ്ണത്തിന് പുറത്തുള്ള പഞ്ചമരുടെ മതപ്രവേശം, അത് പ്രദീപം പാമ്പിരിക്കുന്നും TN യേശുദാസനൊക്കെ എഴുതിയിരിക്കുന്ന മതം മാറ്റം എന്ന് പറയാൻ പറ്റില്ലതാണ്. അവർക്ക് മതമില്ലായിരുന്നു, അവർ മതാരോഹണം ചെയ്യുക, മതത്തിലേക്ക് പ്രവേശിക്കുകയാണിത്. അപ്പോൾ അങ്ങനെ ഈ പഞ്ചമരെ അല്ലെങ്കിൽ അയിത്തജാതിക്കാരെ ഒക്കെ അവരുടെ പോലും അനുവാദമില്ലാതെയാണ് ഈ വിശാലമായ ഹിന്ദുമതത്തിലേക്ക് ചേർത്തത്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ 1930കളിൽ ഈഴവ സമുദായത്തിൽ നിന്നും മതം മാറ്റത്തിനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ CV കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, E മാധവൻ, ഡോക്ടർ KP തയ്യിൽ, ഇങ്ങനെ ഉള്ള ആളുകൾ, കുമാരനാശൻ അതിനെതിരായിരുന്നു. അവർ 4 തീരുമാനമാണ് എടുത്തത്. ഒന്ന്, ഒരു സ്വതന്ത്ര സമുദായമായിട്ട് നിൽക്കണമെന്ന് E മാധവനെ പോലുള്ളൊരു അഭിപ്രായപ്പെട്ടു. മറ്റൊന്ന്, ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ബുദ്ധമതം സ്വീകരിക്കണമെന്നും ക്രിസ്തു മതം സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായി. അങ്ങനെ ആ ചർച്ച പുരോഗമിക്കുമ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്.
അങ്ങനെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ഹിന്ദുമതത്തിൽ തന്നെ തളച്ചിടാൻ ക്ഷേത്രപ്രവേശന വിളംബരം കാരണമായി. അപ്പോൾ അങ്ങനെ മതം മാറ്റം ഒരു സമരോപാധിയായിട്ട് കേരളം ചർച്ച ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം മതം മാറുന്നത് തെറ്റല്ല, മതം നിർബന്ധിച്ച് മാറ്റുന്നതും പീഡിപ്പിച്ചു മാറ്റുന്നതാണ് തെറ്റ്. മതം മാറാനുള്ള സ്വാതന്ത്ര്യം, ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്. ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നുണ്ട്, ഗർ വാപ്പസി. അപ്പൊ അത് ഈ നരേന്ദ്രമോദിജിയുടെ സർക്കാർ, ഒന്നാം സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയാണ് ഗർ വാപ്പസി, വീട്ടിലേക്ക് മടങ്ങുക. വന്ന് പലരും എഴുതി, ഏത് വീട്ടിലേക്കാണ് അവർ മടങ്ങുന്നത്? ഞങ്ങൾക്ക് വീടുകളില്ല മടങ്ങാൻ. വീടുകളില്ലാത്തിടത്തു നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഹിന്ദു മതവും ക്രിസ്തു മതവും സ്വീകരിച്ചത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു മതത്തിന്റെ ആക്രമണമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ആ ഒരു പരിധി വെച്ച് ഇതിവിടെ സംസാരം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അത് നന്നായി. അപ്പോൾ ദേവാസനെ, ഈ ഞാൻ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്, എനിക്ക് നേരിട്ട് പോയി അറിവില്ല. ഹിന്ദു സന്യാസിമാരെ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി അമ്പലങ്ങൾ സ്ഥാപിക്കുകയും അവിടെയുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളെ ഒക്കെ ഹിന്ദു മതത്തിലേക്ക് മാറ്റുന്നുണ്ടെന്നാണ് ഇപ്പം പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കൊരു വ്യക്തിയെ അറിയാം. അദ്ദേഹം ഒരു ഹിന്ദു ആശ്രമത്തില്, നമ്മുടെ കേരളത്തിലുള്ള ഒരു ആശ്രമത്തില് ഇപ്പോൾ ഉണ്ട്. ക്രിസ്റ്റഫർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരു സായിപ്പാണ്. അദ്ദേഹം ഇടയ്ക്ക് 6 മാസം വിസ തീരുന്നതിനനുസരിച്ച് പോയി തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള അനേകം പേരുണ്ട്. നമ്മളാരും അതിനൊന്നും എതിർക്കുന്നില്ല. അത് ആ ക്രിസ്റ്റഫറിന് പിന്നെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും അദ്ദേഹത്തിന് ഹിന്ദുമതം സ്വീകരിക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്വീകരിച്ചോട്ടെ, നമുക്ക് എന്താ അതിന് കുഴപ്പം, നമ്മളതൊന്നും എതിർക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ദിവാസൻ എങ്ങനെയാണ് കാണുന്നത്? മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഹിന്ദു മതത്തിലേക്കുള്ള ഈ മാറ്റങ്ങളെയും അമ്പല നിർമ്മാണങ്ങളെയൊക്കെ? അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദു ആകാനും മുസൽമാനാകാനും നേരെ തിരിച്ചു ആകാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ധാരാളം മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി മതപരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ, മതപരിവർത്തനമല്ല മിഷണറി പ്രവർത്തനം, പക്ഷെ മതപരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ അല്ലെങ്കിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം 6 ലക്ഷം പേരുമായിട്ട് 1956 ഒക്ടോബർ 14 നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നെങ്കിൽ ഭരണഘടനാ ശില്പി തന്നെ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. മാറാൻ പറ്റുന്നതാണ്, മാറാൻ പറ്റുന്നതെന്തും മാറ്റാൻ പറ്റുകയുള്ളൂ. അതിൽ ആ വ്യക്തിയുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ നമ്മൾ മാനിക്കണം. നിർബന്ധിതമായി മതം മാറ്റരുത്. അതോടൊപ്പം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം, അതാരും പറയാതല്ല, മതം പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഒരാൾ വിശ്വസിച്ചാൽ, അയാളെ പ്രതിരോധിച്ചാൽ അയാളെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാകണം. അതാണ് ശരി. അപ്പൊ എനിക്ക് നാളെ ഹിന്ദു മതമാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്നെ എൻ്റെ സമുദായം തടയുകയാണെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ തരണം. അതാണ് ജനാധിപത്യം. മറ്റൊരു കാര്യം ഞാൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ദ്രാവിഡരെ കുറിച്ചും ആര്യന്മാരെ കുറിച്ചും സൂചിപ്പിച്ചല്ലോ. അപ്പൊ അവര് ഈ 2 കൂട്ടര് ഇന്ത്യയില് വന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്ന, ചരിത്രം അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇവര് 2 കൂട്ടര് വന്ന്, അതിനകത്ത് ഒരു കൂട്ടരാണ് ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഈ 2 കൂട്ടര് വന്ന് ഈ പ്രദേശത്ത് താമസിച്ചു. അപ്പൊ ഇന്നും ഒരു കൂട്ടര് മറ്റേ കൂട്ടരെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥിതി വടക്കേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ടോ? അതുകൊണ്ടാണോ ഈ നമ്മുടെ ഈ ഞാൻ താഴ്ന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഒന്ന് ഉയർന്നു വരുമ്പോൾ ഇവർ ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ദേവാസന അതേ കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ മതം മാറിക്കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സാമൂഹിക അന്തസ്സുണ്ട്. അത് മതം മാറ്റം കൊണ്ട് കിട്ടുന്നതല്ല. ആ മതം മാറ്റത്തിന്റെ അനന്തര ഫലമായിട്ട് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു. ഇസ്ലാം മതത്തിലേക്ക് ചേരുന്നവരാണെങ്കിൽ അവർക്ക് കൂട്ടമായി സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അവിടെ താരതമ്യേന ഉച്ചനീചത്വങ്ങൾ കുറവാണ്. അതുപോലെ ക്രിസ്തു മതത്തിലേക്ക് ചേരുന്നവർക്ക് സാംസ്കാരികമായ മെച്ചം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർ അക്ഷരം ലഭിക്കുന്നു, വിദ്യാഭ്യാസം ലഭിക്കുന്നു,
അവർക്ക് ചിന്താശേഷി വർദ്ധിക്കുന്നു. അപ്പോൾ ചൂഷണം ചെയ്യാൻ പഴയതുപോലെ ആളുകളെ കിട്ടുകയില്ല എന്നുള്ളത് എല്ലാ കാലത്തും ഈ മേലാള ലോബികളുടെ ഒരു ഹിഡൻ അജണ്ട തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അടിമത്ത നിരോധനത്തിന് വേണ്ടി മിഷണറിമാർ നിവേദനം കൊടുത്തു. അന്ന് നാട് ഭരിക്കുന്ന ശ്രീമൂലം തിരുനാളെന്ന് തോന്നുന്നു, അദ്ദേഹം ഉത്തരം തിരുനാൾ അദ്ദേഹം പറഞ്ഞത്, തിരുവിതാംകൂർ ഒരു കാർഷിക രാജ്യമാണ്, ഇവിടെ കാർഷിക വൃത്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് അടിമകളെ സ്വതന്ത്രരാക്കിയാൽ കൃഷിപ്പണി ചെയ്യാൻ ആരുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ ഒരു സാമൂഹിക രസതന്ത്രം തന്നെ ഇവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലും. അപ്പൊ അവർ ചൂഷണത്തിൽ നിന്ന് മുക്തരാകും, വിദ്യാഭ്യാസം ലഭിക്കും, മെച്ചപ്പെട്ട ജീവിത സൗകര്യം ലഭിക്കും, നല്ല വസ്ത്രം ധരിക്കും. അപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഒരിക്കലും അവരെ അടിച്ചമർത്തുന്നവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതും ഒരു ഘടകമാണ്. മറ്റൊരു വിഷയം, ഇതേ മിഷണറിമാര് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഒത്തിരി സാമൂഹികമായ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സതി നിർത്തലാക്കിയത്, ഹിന്ദി ഭാഷ തന്നെ ഈ രീതിയിലാക്കി മനുഷ്യർക്ക് ലിപിയൊക്കെ ശരിയാക്കി അത് സംസാരിക്കാൻ പാകത്തിനാക്കി കൊടുത്തത് മിഷണറിമാരാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി മെഷീൻ ഉണ്ടാക്കി അച്ചടിച്ചത് ഇന്ത്യയിലാണ് എന്നതും കേരളത്തിലാണെന്നും പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള മിഷണറിമാരുടെ സംഭാവനകളെ ഇന്ന് ലോകം അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യര് അധികം ഓർക്കുന്നില്ല. അതൊക്കെ മറന്നുപോയതുപോലെയാണ്. മതിവാസൻ അതേക്കുറിച്ചൊരു വാക്കുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഈ ആധുനിക കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ സൃഷ്ടിയിൽ മിഷണറിമാരുടെ സംഭാവന മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം ശൂന്യമാണ്. സെറാംപൂർ പ്രസ്, സെറാംപൂർ കോളേജ്, അതുപോലെ ബംഗാളിയിലെ നമ്മുടെ ആധ്യാത്മരാമായണം പോലെ ബംഗാളിയിൽ ഉള്ള തദ്ദേശ രാമായണമാണ് കൃത്തിവാസ മഹർഷിയുടെ കൃത്തിവാസ രാമായണം. ഈ കൃത്തിവാസ രാമായണത്തിന്റെ പല പകർപ്പുകളുള്ളതിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പകർപ്പ് സെറാംപൂർ പ്രസ്സിൽ അച്ചടിച്ചാണ്. അത് ഏറ്റവും കുറ്റമറ്റ പരിഭാഷ അത് തന്നെയാണ്. പരിഭാഷയല്ല, അത് തന്നെയാണ്, അച്ചടി അത് തന്നെയാണ്. അതുപോലെ സതി നിർത്തലാക്കുന്നതിൽ 1799 ഏപ്രിൽ മാസം 1-ാം തീയതി ബംഗാളിലൊരു ഗ്രാമത്തിലടക്കമാണ് വില്യങ്കേരി ആദ്യമായിട്ട് സതി കാണുന്നത്. ഒരു സ്ത്രീയെ നിർബന്ധിച്ചും മധുര പലഹാരങ്ങൾ കൊടുത്തും ഈ പെരുമ്പറ മുഴക്കിയൊക്കെ അവരെ ഈ സതിയിലേക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. അപ്പൊ അദ്ദേഹം തുറന്ന ചർച്ചകൾ നടത്തി പോരാടാൻ വേണ്ടിയുള്ള, പക്ഷെ ചരിത്രകാരന്മാര് കേരിയെ നമസ്കരിച്ചു. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദിക്ക് മാത്രമല്ല മലയാളത്തിന് ഈ ലിപി ഉണ്ടാക്കിയത്, ഈ ആധുനിക ലിപി, അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയത് സ്ലേറ്റ്, ബ്ലാക്ക് ബോർഡ്, ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകൾ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അത് രാജാവിന്റെ സഹായം ഉണ്ടായിരുന്നെങ്കിലും മലബാറിലെ മലബാർ ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയത് മിഷണറിമാരാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ സാംസ്കാരിക നഭസില് മിഷണറിമാര് തെളിച്ച ഒരു ദീപശിഖയുണ്ട്. അത് ഒരിക്കലും അവഗണിക്കാൻ പറ്റുകയില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കാളും കൂടുതൽ മിഷണറിമാര് സംഭാവന ചെയ്തിട്ടുണ്ട്. ദേവാസൻ ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ദേവാസന്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ഭാരതത്തിൽ മിഷണറിമാർ വളരെ സംഭാവന, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ വളരെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന അനേകം വികസനങ്ങൾ, വിദ്യാഭ്യാസപരമായ ഉയർച്ചകൾ, ജോലി സംബന്ധമായ ഉയർച്ചകൾ, ഇതെല്ലാം കഴിഞ്ഞകാല മിഷണറിമാരുടെ സംഭാവനകളായിരുന്നു. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വടക്കേന്ത്യയിലുള്ള അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ദളിത് വിഭാഗങ്ങൾക്കൊക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ദളിത് വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നത മേഖലയിലേക്കൊക്കെ വരുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെടുന്ന ഉയർന്ന ജാതിക്കാരുണ്ടായിരിക്കാം. പക്ഷേ അവരും ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. നിശ്ചയമായും ഈ ചർച്ചയിൽ നിർത്തി വേദരിഞ്ഞു വരുന്ന ഒരു നല്ല സന്ദേശമെന്ന് പറയുന്നത്, മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് സഹായമായിരുന്നു, ഇനിയും അത് സഹായകമായി തീരും. നിശ്ചയമായും
മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ഒന്നിച്ച് സഹായിക്കട്ടെ.